അന്തരിച്ച നവീൻ ബാബുവിന്റെ ഭാര്യ അഡ്വക്കേറ്റ് ജോൺ റാൽഫ് മുഖാന്തരം ഹൈക്കോടതിയെ സമീപിച്ചായിരുന്നു പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡിന്റെ മരണം ഒരു CBI കൊണ്ട് അന്വേഷിക്കണം എന്നും. ഒരു 13 പോയിന്റാണ് പുള്ളിക്കാരത്തി CBIയുടെ അന്വേഷണത്തിലേക്ക് വിരൽ ചൂണ്ടാൻ പറ്റുന്ന സാഹചര്യമായി റിട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഇത് 13 പോയിന്റ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമും ഫോറൻസിക് സർജനും ഗവൺമെന്റും കൂടി എത്രത്തോളവും ഇതിനകത്ത് വേർപ്പൊഴുക്കുന്നുണ്ട് ഇതൊരു ആത്മഹത്യയാക്കി വരുത്തി തീർക്കാൻ. അപ്പൊ ഈ 13 പോയിന്റിനകത്ത് എനിക്ക് കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് ഒരു 4-5 പോയിന്റ് ആണ്. അതിനകത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് എനിക്ക്, അതായത് ഇൻകംപ്ലീറ്റ് ഇൻക്വസ്റ്റ് എന്നാണ് പറയുന്നത്. ഇൻകംപ്ലീറ്റ് ഇൻക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഒരു റൂമിൽ ചെയ്യപ്പെട്ട് തൂക്കിയിട്ടിരിക്കുകയാണ്. അതൊരു കൊലപാതകമാകാം, അല്ലെങ്കിൽ ഒരു ആത്മഹത്യയാകാം. ആ സമയത്ത് ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് കിടക്കുന്ന ഓരോ മണൽത്തരിയുടെയും അളവും ആ റൂമിന്റെ വ്യാപ്തിയും വിസ്താരവും വിരിവും എല്ലാം രേഖപ്പെടുത്തണം. അത് മസ്റ്റാണ്, രേഖപ്പെടുത്തണം. പക്ഷെങ്കിൽ ഇദ്ദേഹത്തിന്റെ കേസിൽ അതൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തൂങ്ങി മരണം അല്ലെങ്കിൽ ഒരു സ്ട്രാങ്കുലേഷൻ മരണമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ആന്തരിക അവയവങ്ങൾ, ഇന്റേണൽ ഓർഗൻസിന്റെ പ്രിസർവേഷനും പിന്നെ ബ്രെയിൻ്റെയും ലങ്സിന്റെയും ഹാർട്ടിന്റെയും ഹിസ്റ്റോ പാത്തോളജി അനലൈസിസിന് വേണ്ടി സ്പെസിമെൻസ് എടുക്കേണ്ടതാണ്. കാര്യം ഇന്റേണൽ ഏതൊരു മരണത്തിനും പോസ്റ്റ്മോർട്ടത്തിനും ഇന്റേണൽ ഓർഗൻസിന്റെ സാമ്പിൾസ് എടുക്കും. പക്ഷെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം സമയത്ത് ഇദ്ദേഹത്തിന്റെ ഇന്റേണൽ ഓർഗൻസിന്റെ സാമ്പിൾസ് എടുത്തില്ല? അതിനകത്ത് പിന്നെ വേറെ ഒരു ദുരൂഹത എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോപാത്തോളജി അനാലിസിസിന് ഈ ബ്രെയിനിന്റെ പാർട്സും, അതായത് തലച്ചോറിന്റെയും ഹാർട്ടിന്റെയും ലങ്സിന്റെയും പാർട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു കൊലപാതകമാണെന്ന്. കാര്യം ഇന്റേണൽ ഓർഗൻസിന്റെ സ്പെസിമെൻ, അതായത് സാമ്പിൾസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാൻ സാധിക്കും ഇദ്ദേഹത്തിനെ ഇൻടോക്സിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വല്ല വിഷവും കൊടുത്തിട്ടുണ്ടോ, വല്ല വിഷവും മണപ്പിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ ബ്രെയിൻ്റെയും അല്ലെങ്കിൽ ലങ്സിന്റെയും ഹാർട്ടിന്റെയും ഹിസ്റ്റോപാത്തോളജി അനലൈസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ആസ്ഫിക്സിയൽ ഡെത്ത്, അതായത് തൂങ്ങി മരണമാണോ സ്ട്രാങ്കുലേഷൻ ആണോ നമുക്കറിയാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും ഒഴിവാക്കാൻ ഇതൊരു സ്ട്രാങ്കുലേറ്റഡ് അല്ലെങ്കിൽ ആസ്ഫിക്സിയൽ ഡെത്ത് ആണെന്നാണ് ഇവർ പറയുന്നത്. അതായത് തൂങ്ങി മരണമായതുകൊണ്ട് ശ്വാസം മുട്ടിയായിരിക്കും മരിക്കുന്നത് എന്നാണ് ഇവർ വരുത്തി തീർക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സ്പെസിമെൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോൺട്രഡിക്ഷൻ ആവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് കാര്യങ്ങളും അവര് പോസ്റ്റ്മോർട്ടം ഫോറൻസിക് സർജൻ കളക്ട് ചെയ്യാത്തത്. അപ്പോ ഇതൊരു ഭയങ്കര വീഴ്ചയാണ്. ഈ വീഴ്ച ഉണ്ടാക്കിയ ആ ഫോറൻസിക് സർജനെ ഒരു ഫോറൻസിക് സർജനായിട്ട് തന്നെ തുടരാൻ യാതൊരു അവകാശവുമില്ല. അദ്ദേഹം ചെയ്ത തൊഴിലിന് ഒരു സത്യസന്ധതയും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ പുള്ളി കാണിച്ചത്. തൂങ്ങി മരണമാണ്, ഇതൊരു തൂങ്ങി മരണമാണ്, അല്ലെങ്കിൽ ഒരു കെട്ടിത്തൂക്കിയിട്ട ഒരു ബോഡി കണ്ട ഒരു സാഹചര്യമാണ്. ലൈഗേച്ചർ എന്ന് പറഞ്ഞാൽ ഈ കഴുത്തേൽ കുരുങ്ങുന്ന കയറിന്റെ മാർക്കിന്റെ അവ്യക്തത എന്നാണ് അത് പറയുന്നത്. സാധാരണ ഒരു സ്ട്രാങ്കുലേറ്റഡ് ലിഗേച്ചർ ഡിസ്ക്രിപ്പൻസി എന്നാണ് പറയുന്നത്. അതായത് സാധാരണ ഒരു സ്ട്രാങ്കുലേറ്റ് മരണത്തിന്, അതായത് കഴുത്തേൽ കയർ കെട്ടി തൂക്കിയിട്ട ആ ഒരു അവസ്ഥയിൽ ഒരു ജഡത്തിനെ കണ്ടു കിട്ടുമ്പോൾ അതിനകത്ത് പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അതിൻ്റെ മുറിവുകൾ, കഴുത്തേലുള്ള മുറിവുകൾ രേഖപ്പെടുത്തുക എന്നുള്ളത്. ഇത് രണ്ട് ടൈപ്പ് മരണമായിട്ട് നമുക്ക് കാണാം. ഒരു തൂങ്ങി മരണമാണെങ്കിൽ ഈ ലിഗേച്ചർ അല്ലെങ്കിൽ കയറിന്റെ പാട് കുഴിഞ്ഞ് കഴുത്തിന് ചുറ്റും ഉണ്ടായിരിക്കും. മറിച്ച് ഇതൊരു ഹോമിസൈഡൽ സ്ട്രാങ്കുലേഷൻ, അതായത് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഈ ഭാഗം മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ഇത് പോസ്റ്റ് മോർട്ടം ഹാങ്കിങ്, അതായത് മരണത്തിന് ശേഷം ഉള്ള കെട്ടിത്തൂക്കലാകുമ്പോൾ ഈ പുറകിലത്തെ ഈ ലെഗേച്ചർ മാർക്കിങ്ങിന് അവ്യക്തത വരും, വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ കഴുത്തിന്റെ പുറകിലത്തെ മാർക്കുകൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം
ആം, ഇത് വേറെന്തോ മരണമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. തികച്ചും നികൃഷ്ടമായ ഒരു പ്രവൃത്തിയാണ് ഈ ഫോറൻസിക് സർജൻ അവിടെ കാട്ടിക്കൂട്ടിയത്. പിന്നെ പുള്ളിക്കാരത്തി പറയുന്നത് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങും ഫിക്സേഷനെയും അവ്യക്തതയാണ് പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ ജഡാവസ്ഥയിൽ കിടക്കുമ്പോൾ ഏത് ഭാഗമാണ് മുട്ടി നിൽക്കുന്നത് ആ ഭാഗത്തിൽ രക്തമടിഞ്ഞ് അവിടെ കളർ വ്യത്യാസം വരുന്നതിനാണ് പോസ്റ്റ്മോർട്ടം ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇത് ഓരോ കാലാവസ്ഥയുടെയും ഓരോ മനുഷ്യന്റെ ശാരീരിക ഘടനയുടെയും സമയം അടിസ്ഥാനത്തിലാണ് ഈ ഫിക്സേഷന്റെ ലെവൽ ഓഫ് ഇന്റൻസിറ്റി കാണുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഈ ശരീരത്തിന്റെ പുറകിൽ, അതായത് പുറത്ത് ഭാഗത്ത് ഒരു പോസ്റ്റ്മോർട്ടം ഫിക്സ് സ്റ്റെയിനിങ് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാര്യം ഒരു തൂങ്ങി മരണത്തിന് ഒരിക്കലും പുറകിൽ സ്റ്റെയിൻ ഉണ്ടാകത്തില്ല. ഫിക്സ് കാര്യം അവിടെ തൂങ്ങി നിൽക്കുകയല്ലേ, ആ ഭാഗത്ത് മുട്ടുന്നില്ല. പിന്നെ സോക്സ് ആൻഡ് ഗ്ലോ ഫിനോമിന എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് വെളുത്ത ഒരു മനുഷ്യനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ തൂക്കിക്കൊലയ്ക്ക് ശേഷം ഒരു 4-5-6 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഈ ബ്ലഡുകളെല്ലാം കാലും കൈയുടെയും തുമ്പിലേക്ക് വന്ന് ഇങ്ങനെ കളക്റ്റഡ് ആവും. അപ്പൊ അതിന്റെ കളർ മാറ്റം ഉണ്ടാകുന്നതിനാണ് സോക്സ് ആൻഡ് ഗ്ലൗ ഫിനോമിന എന്ന് പറയുന്നത്. ആ ഫിനോമിന ഈ ഒരു കാര്യത്തിൽ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏകദേശം കണ്ണൂരിൽ നിന്ന് ഈ പത്തനംതിട്ട വരണ ഒരു 10 മണിക്കൂർ എടുക്കും. അപ്പൊ പോസ്റ്റ്മോർട്ടത്തിന്റെ സമയം അതായത് 12:40 നടന്നത്. ഇദ്ദേഹത്തിന്റെ മരണം പറയുന്നത് 4:30-5:30 ആ സമയത്താണ്. അപ്പോ ആ യാത്രയുടെ അടിസ്ഥാനത്തിൽ ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഇച്ചിരിയൊക്കെ വരാം, പക്ഷെ അത് വ്യക്തമായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ എന്നിരുന്നാലും എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ ഈ കുറെ പോയിന്റ് ആണ്. അതായത് ഇൻക്വസ്റ്റിലെ അവ്യക്തത, ഈ ആന്തരിക അവയവങ്ങൾ കളക്ട് ചെയ്തില്ല, പത്തോളജി അനാലിസിസിന് വിട്ടിട്ടില്ല, ലൈഗേച്ചർ മാർക്ക് അതായത് കഴുത്തേലുള്ള മാർക്കിന്റെ അവ്യക്തത, പിന്നെ CCTV ഫുട്ടേജിന്റെ കളക്ഷൻ ഇല്ലായ്മ, ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള അതായത് ഒരു തിരക്കഥയോടുകൂടി ഈ സംസ്ഥാന സർക്കാരും ഈ അന്വേഷണ ഏജൻസിയും കൂടെ നടത്തിക്കൊണ്ടുവന്ന് ഇതൊരു ആത്മഹത്യയാക്കാനുള്ള ഒരു പ്ലാൻ ആണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.